അദ്ദേഹം എമ്പുരാനോട് സംസാരിച്ച ഒരു വ്യക്തിയാണ്. ഞങ്ങൾ തമ്പുരാനോട് സംസാരിച്ചു. അദ്ദേഹം എമ്പുരാനോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ തമ്പുരാനോട് സംസാരിച്ചു. തമ്പുരാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞങ്ങൾക്കൊരു പറയാനുള്ളത്, അടുത്ത തിങ്കളാഴ്ച ഞങ്ങളുടെ പിള്ളേർ നയിക്കുന്ന ഒരു വഖഫ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ MP വന്ന് അറ്റൻഡ് ചെയ്യണം. അദ്ദേഹത്തിന് ഞങ്ങൾ രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വന്ന് അറ്റൻഡ് ചെയ്യണം ഞങ്ങളുടെ ക്ലാസ്. വഖഫ് എന്താണെന്നും ഞങ്ങളുടെ പിള്ളേർ പഠിപ്പിച്ചു തരും അദ്ദേഹത്തിനോട്. Tomorrow, after the Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. The people of Kerala. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളും നിരവധി സമരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ വഖഫ് ബില്ലിന്റെ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ബില്ല് പാസ്സായിരിക്കുന്നത്. ഇത് ഇന്നലെയാണ് ഈ ഒരു ബില്ല് പാസ്സായത്. ഈ ബില്ല് പാസ്സായതോടുകൂടി തന്നെ മുനമ്പത്ത് 172 ദിവസമായിട്ട് സമരം ചെയ്യുന്നവർക്ക് ഇതൊരു നല്ലൊരു കാര്യമായിട്ട് അവർ അതിനെ കണക്കാക്കുന്നു. ഇതൊരു നല്ല കാര്യം തന്നെയാണ്. ഈ ഒരു ബില്ല് പാസ്സായതുകൊണ്ട് തന്നെ ഇതൊരു നേട്ടമായിട്ട് അവരിത് കാണുന്നുമുണ്ട്. എന്തായാലും ഇതൊരു നേട്ടം തന്നെയാണ്. ഇതിനെ സംബന്ധിച്ച് ഇന്നലെ പാർലമെന്റിൽ സംസാരമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ നിന്ന് പോയ MP-മാരെല്ലാം ഇതിനെ അനുകൂലിക്കണം, ഈ ബില്ല് പാസ്സാക്കാനായിട്ട് ഒപ്പിടണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയ MP-മാരൊക്കെ വലിയ രീതിയിൽ അങ്ങ് കണ്ടം മറിഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് വലിയ സംസാരമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹൈബി ഈഡനും വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഹൈബി ഈഡൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ആളാണ്, ഞാൻ ഈ പറയുന്ന ഈ മുനമ്പത്തുള്ള ആളാണ്, മത്സ്യത്തൊഴിലാളികളാണ്, അവരുടെ കൂടെ നിന്ന് തിന്നു ഉറങ്ങിയവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ നേരെ കടകം തിരിഞ്ഞുകൊണ്ടാണ് അവിടെ സംസാരിച്ചത്. അതിനെതിരെയല്ല ഈ പറയുന്ന മുനമ്പത്തുള്ള അവർ തന്നെ സംസാരിക്കുന്നുണ്ട്, ഈ പറയുന്ന MP-മാർക്കെതിരെയൊക്കെ. ഇതിനേക്കാളും വലിയ രസം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു MP ഉണ്ട്, K. രാധാകൃഷ്ണൻ. പുള്ളിക്കാരൻ അവിടെ പോയിട്ട് പാച്ച മലയാളത്തിലാണ് വെച്ച് കാച്ചിയത്. ഇനി അവിടെ ഇരുന്ന മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ആ ട്രാൻസ്ലേറ്റ് മുഖേന മനസ്സിലാവുമെങ്കിലും ഈ പുള്ളിക്കാരെ പറയാൻ ഉദ്ദേശിച്ച ആ ഒരു ക്ലാരിറ്റിക്ക് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇത് മനസ്സിലായിട്ടുള്ളത് ഈ കേരളത്തിൽ നിന്ന് പോയ മറ്റ് MP-മാർക്കാണ്. സുരേഷ് ഗോപിക്കൊക്കെ മനസ്സിലായി. അതിൻ്റെ അത് സുരേഷ് ഗോപിക്ക് ഇട്ടൊരു കുത്തു കൊടുക്കുന്നുണ്ട്. ആ കുത്തങ്ങോട്ട് കൊടുത്തപ്പോഴത്തേനും സുരേഷ് ഗോപി കയറി അങ്ങോട്ട് മേഞ്ഞു കൊടുത്തു. എന്നാ ഡയലോഗ് അടിച്ചെന്നറിയാമോ? സിനിമയിൽ പുള്ളി അടിക്കുന്നതിൻ്റെ അകത്തെ ഡയലോഗ് അങ്ങോട്ട് കാച്ചി കൊടുത്തു. അങ്ങോട്ട് നമുക്ക് രോമം അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കും. അന്ന് വെച്ചാൽ ഒരു കാച്ചിയത്. എന്തായാലും അത് ഞങ്ങൾ ആദ്യം ഒന്ന് കേട്ട് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാനൊരു ഒറ്റ കാര്യം സൂചിപ്പിക്കുകയാണ് സാർ. കേരളത്തിൽ ദേവസ്വം ബോർഡുകൾ, ഒരിക്കൽ ഒരു ദേവസ്വം ബോർഡിലെ മെമ്പറുടെ പേര് ഒരു ക്രിസ്ത്യൻ പേരുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു മുസ്ലിം ക്രിസ്ത്യൻ പേര് വന്നതിൻ്റെ പേരിലാണ് അത് ക്രിസ്ത്യാനിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ കലാപം നമ്മുടെ കേരളത്തിലുണ്ടായി. അതായത് ഹിന്ദു ദേവസ്വം ബോർഡിലേക്ക് 1987 ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ സമരം അന്നാണ് അവിടെ നടത്തിയത്. ഇവിടെ പുള്ളിക്കാരന് ഹിന്ദുവും ക്രിസ്ത്യാനിയും എടുത്തിട്ടൊരു കളി കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് സുരേഷ് ഗോപിയുടെ പേരെടുത്തിട്ടു. അപ്പോൾ സുരേഷ് ഗോപിയുടെ പേരെടുത്തിട്ടത് കൊണ്ട് തന്നെ അവിടെ സ്പീക്കർ പറഞ്ഞു, സുരേഷ് ഗോപിയുടെ പേരെടുത്തിട്ടുണ്ട്, സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും സംസാരിക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ സുരേഷ് ഗോപി ഒരു കാച്ചങ്ങ് കാച്ചി. അത് നിങ്ങൾ കേട്ടുപോയി. But unnecessarily my name was taken to rake up a certain situation which is worming in the state of Kerala. Right. I will tell you, these people in the Assembly of Kerala have passed a resolution. Tomorrow, after the Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. The people of Kerala. Okay. Sir, Thank you. I cannot yield. I will not yield. I will not yield. Thank you. No. Please. No. Honorable members. അങ്ങനെ ഇംഗ്ലീഷിൽ പുള്ളിക്കാരൻ ഒരു കസർത്തി. അതോടുകൂടി കയ്യടി സുരേഷ് ഗോപി ഏറ്റുവാങ്ങി. ഈ ഒരു മുനമ്പം വിഷയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഈ പറയുന്ന സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ ജോർജ് കുര്യനുമാണ്. മറ്റുള്ളവരൊന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല. അവർക്ക് സംസാരിക്കാൻ എന്തായിരുന്നു? അവർക്ക് സംസാരിക്കാൻ എമ്പുരാൻ സിനിമയെക്കുറിച്ചായിരുന്നു അവർക്ക് സംസാരിക്കാനായിട്ടുള്ളത്. അല്ലാതെ ഇവിടെ ഈ 172 ദിവസമായിട്ട് സമരം ചെയ്യുന്നവരുടെ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് സംസാരിക്കാനായിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വഖഫ് ഭേദഗതി ബില്ലിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വഖഫ് ഭേദഗതി ബില്ല് ലോകസഭയിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് വരുത്തിയിരിക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വായിക്കാം. നിലവിലുള്ള നിയമവും പിന്നെ അതോടൊപ്പം തന്നെ ഭേദഗതി വരുത്തിയിരിക്കുന്ന നിയമവും ഞാൻ ഒന്നിച്ചു വായിക്കാം. ഓക്കെ, നിലവിലുള്ള ഒരു നിയമം, സർക്കാർ സ്വത്തുക്കളിലെ വഖഫ് അവകാശവാദം സംബന്ധിച്ച് വ്യവസ്ഥകളില്ല. ഭേദഗതി വരുത്തിയത്, സർക്കാർ സ്വത്തുക്കളെ വഖഫായി കണക്കാക്കാനാകില്ല. തർക്കങ്ങളുണ്ടെങ്കിൽ കളക്ടർ അന്വേഷണം നടത്തി തീരുമാനിക്കും. പിന്നെ അടുത്തൊരെണ്ണം, വസ്തു വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിന്. ഭേദഗതി വരുത്തിയത് ഈ വ്യവസ്ഥ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തുള്ളത്, ഷിയ സുന്നി വിവാഹങ്ങൾക്ക് പ്രത്യേക വഖഫ് ബോർഡുകൾ. വഖഫ് ട്രിബ്യൂണലിൽ മുസ്ലിം നിയമവിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ.
അതിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ബോഹ്റ, അഖ്ഗാനി വിവാഹങ്ങൾക്കും പ്രത്യേക വഖഫ് ബോർഡുകൾ. മുസ്ലിം നിയമ വിദഗ്ധനെ ഒഴിവാക്കി ജില്ലാ കോടതി ജഡ്ജിനെയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നിലവിലുള്ള ഒരു വഖഫ് നിയമം ഇതാണ്: ദീർഘകാലത്തേക്ക് മതപരമായ ആവശ്യങ്ങൾക്കായി വസ്തു ഉപയോഗിച്ചാൽ അത് സ്വയമേവ വഖഫായി കണക്കാക്കും. അതിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. വസ്തുവിന്റെ ഉടമയ്ക്ക് മാത്രമേ അതിനെ വഖഫായി മാറ്റാനാവൂ. വഖഫ് ചെയ്യുന്ന വ്യക്തി ചുരുങ്ങിയത് 5 വർഷമെങ്കിലും ഇസ്ലാമിക വിശ്വാസം പിന്തുടരണം. പിന്നെ നിലവിലുള്ള ഒരു വഖഫ് നിയമം ഇതാണ്: കേന്ദ്ര വഖഫ് കൗൺസിലിന്റെ എല്ലാ അംഗങ്ങളും മുസ്ലിം വിഭാഗത്തിൽ നിന്നായിരിക്കണം. സംസ്ഥാന സർക്കാരിന് വഖഫ് അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യാം. അതിൽ ഭേദഗതി വരുത്തിയത് കേന്ദ്ര വഖഫ് കൗൺസിലിൽ 2 മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്തി. വഖഫ് രജിസ്ട്രേഷൻ ഓഡിറ്റുകൾ എന്നിവയിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. അടുത്ത നിലവിലുള്ള ഒരു വഖഫ് നിയമം ഇതാണ്: വഖഫ് ട്രിബ്യൂണൽ തീരുമാനത്തിനെതിരെ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഹൈക്കോടതിക്ക് ഇടപെടാം. ഭേദഗതി വരുത്തിയത് വഖഫ് ട്രിബ്യൂണൽ തീരുമാനത്തിനെതിരെ 90 ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം. ഇത്രയുമാണ് അവിടെ ഭേദഗതി വരുത്തിയിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഈ 192 ദിവസങ്ങളായിട്ട് ഈ ഒരു സമരം ചെയ്യുന്നവർ അവർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ പറയുന്ന കാര്യം ഒന്ന് കേട്ടു. ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ നിൽക്കണം, അവർക്കൊപ്പം തന്നെ നിൽക്കണം എന്നൊരു ആവശ്യം കൂടിയാണ്. മറിച്ചാണെങ്കിൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ എന്തായിരിക്കും മുനമ്പം ജനത അല്ലെങ്കിൽ കേരള സമൂഹം വിധി എഴുതുക എന്നത് നോക്കിക്കാണാമെന്ന് കൂടി ഒരു മുന്നറിയിപ്പ് എന്ന തരത്തിൽ തന്നെയാണ് ഇവരെല്ലാം നൽകിയിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഇതിന്റെ ഈ സമരസമിതിയുടെ കൺവീനർ ചേരുന്നുണ്ട്. ബെന്നി ചേട്ടാ, വളരെ പ്രതീക്ഷയോടെയാണ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായിരിക്കും ഇന്ന് പാർലമെന്റിൽ ഇത് പാസ്സാവാനാണ് സാധ്യത. പക്ഷേ കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ ഒരു നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടെടുക്കുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അതായത് ഞങ്ങൾ ഈ സമരം വഞ്ചി സ്ക്വയറിൽ തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, കേരളത്തിലെ എംപിമാർ പാർലമെൻറ്റിൽ ശക്തിയായി ഞങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് ഈ ബില്ല് പാസ്സാക്കണം. അത് പാസ്സാക്കിയില്ലെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയമായ ഒരു ധ്രുവീകരണം സംഭവിക്കും. അത് UDFനും LDFനും പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്ന് തന്നെ ഞങ്ങളന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ കത്തോലിക്ക സഭ, KCBCയും അതേപോലെ തന്നെ CBCയും SNDPയും BDGSൻ്റെ സംസ്ഥാന പ്രസിഡന്റും അതേപോലെ തന്നെ ആക്സിൻ്റെ നേതാക്കന്മാരും എല്ലാവരും AKCC എല്ലാവരും ശക്തിയായി പറഞ്ഞിട്ടുണ്ട്, ഇത് പാർലമെൻറ്റിൽ ഈ എംപിമാർ വോട്ടിനിടുമ്പോൾ കേരളത്തിലുള്ള എംപിമാർ ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ കേരളത്തിലെ ഇവിടുത്തെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ എംപിമാർ അത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആയിത്തീരും. അതുതന്നെയാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ ഇന്ത്യ സഖ്യം, പ്രതിപക്ഷ സഖ്യങ്ങളെല്ലാവരും ഇതിനെ എതിർക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അതിൽ നിന്നും കേരളത്തിലുള്ള എംപിമാർക്ക് മാത്രമായിട്ട് മാറി നിൽക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, കാരണം എന്താണ്, ഞങ്ങൾ 610 കുടുംബങ്ങളെ നിത്യദുരിതത്തിലാഴ്ത്തുന്ന ഒരു നിയമം, അതായത് ഞങ്ങളുടെ നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നു. ആ വില കൊടുത്ത് വാങ്ങി 33 വർഷം കഴിയുമ്പോൾ കരമടക്കാൻ ചെന്നപ്പോൾ ഇത് നിങ്ങളുടെ ഭൂമിയല്ല, ഇത് വഖഫിൻ്റെ ഭൂമിയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു നിയമം. ആ നിയമം ഇവിടെ നിലനിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സാമൂഹ്യ നീതി ഉണ്ടാവുമോ? മനുഷ്യന് നീതി ലഭിക്കുമോ? അപ്പോൾ മാറ്റപ്പെടേണ്ട നിയമങ്ങൾ മാറേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഇവർ എന്തുകൊണ്ട് അതിന് താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ നിക്ഷിപ്തം ഇവരുടെ പിന്നിലുള്ള അജണ്ട എന്തെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഈ നിരാഹാര സമരം ഇരിക്കുന്നത്. ഇത് പാസ്സായില്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു സംസ്കാരം തന്നെ ഇല്ലാതെയായിപ്പോവും, ഞങ്ങൾ നില്ലായിപ്പോവും, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. ഞങ്ങളെ പിടിച്ചു നിൽക്കുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ കാലം തെളിയിക്കും. ഈ മുനമ്പത്ത് സമരം ചെയ്യുന്നവരുടെ ഒരു നിലനിൽപ്പിന്റെ വിഷയം തന്നെയാണ്. 172 ദിവസമായി അവരവിടെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട്. അന്നൊക്കെ വന്ന് വലിയ കാര്യത്തിൽ എത്തിച്ചേർന്ന് ഞങ്ങൾ ഇത് ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇവിടെ ലോക്സഭയിൽ ആ ബില്ല് പാസ്സാക്കുന്ന സമയത്ത് അവർ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വോട്ടിടുകയോ ഒന്നും ചെയ്തില്ല. അതിന് പകരം അവർ വേറെ രീതിയിലൊക്കെയാണ് അവിടെ സംസാരിച്ചത്. ഇത് അനുകൂലിച്ച് സംസാരിച്ചത് 2 എംപിമാർ മാത്രമേ ഉള്ളൂ, ഈ പറയുന്ന ജോർജ് കുര്യനും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും. ബാക്കി എല്ലാവണ്ണവും കടകം മറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇവന്മാർക്ക് ഇനി ഇവിടെ ഈ നാട്ടിൽ വോട്ട് കിട്ടി ജയിക്കുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് ആ ഒരു നാടിൻ്റെ ഒരു വികാരമായിരുന്നു. അതോടൊപ്പം തന്നെ അവർ കരമടച്ച ഒരു ഭൂമി അവർ പിന്നെ കരമടയ്ക്കാൻ ചെന്നപ്പോൾ ഇത് വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ഒരു വിഷയവുമാണ് ഇത്രമാത്രം കത്തിക്കയറിയിരുന്നത്. ഇത് മാത്രമല്ല, വഖഫ് ഭൂമി എന്ന് പറയുന്നത് പലതുമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ എയർപോർട്ട് സഹിതം എല്ലാം വഖഫിൻ്റെ സ്വത്താണ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സിസ്റ്റം ഇങ്ങനെ ആക്കി വെച്ചത് കോൺഗ്രസ് ഗവൺമെൻറ് ആണ്.
ഓക്കെ, അതിൻ്റെ പുറകോട്ട് പോയി ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ പറയുന്ന മുനമ്പത്ത് പ്രതിഷേധം നടത്തുന്നവർ പറയുന്നുണ്ട്. അവർക്ക് അവരുടെ MP പോലും ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കി. പ്പെടും എന്നതാണ്, അത് മാത്രമാണ് പോംവഴി എന്നതാണ് അവരുടെ നിലപാട്. 173 ദിവസത്തിലേക്ക് നിരാഹാര സമരം കടക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കാണുന്നു, ഒത്തിരി പ്രതീക്ഷയോടെ കാണുന്നു. കാരണം ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ ജയിപ്പിച്ച് വിട്ട MP-മാരടക്കം ഞങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടും ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച BJP സർക്കാർ തന്നെ മുനമ്പം ജനതയ്ക്ക് തുണയുമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ 6 മാസം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത് 6 മാസത്തിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന്. ആ മാറ്റങ്ങൾ മുനമ്പത്ത് നിന്ന് ആരംഭിക്കുന്നു. കേന്ദ്ര സർക്കാരിനും BJP-ക്കുമാണ് നിങ്ങൾ നന്ദി പറയുന്നത്. യെസ്, ഞങ്ങൾ അവർക്ക് അത് കാരണം ഞങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പാർലമെന്റ് സമ്മേളനം ഞങ്ങൾ രാവിലെയും കാണുകയാണ്. ഈ സമയം വരെ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് BJP സർക്കാർ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ BJP സർക്കാർ നന്ദി പറയുന്നത്. നിങ്ങളുടെയും നിലപാട് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? കാരണം ഇത് ഓൾമോസ്റ്റ് ലോക്സഭയിൽ പാസ്സായി, രാജ്യസഭയിലേക്ക് നിയമമായി എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വിളി കേട്ടിരിക്കുകയാണ്. ഞങ്ങളെ ചതിക്കാൻ നോക്കിയ ആൾക്കാർക്ക് ഈ ഒരു ചെറിയൊരു മത്സ്യത്തൊഴിലാളികൾ ഫിഷർമാൻ ആൻഡ് ദ സീ എന്ന് പറഞ്ഞിട്ട് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഒരു നോവലുണ്ട്. അതിൽ ആ മത്സ്യത്തൊഴിലാളികളോടാണ് ഒരു കളിച്ചത്. വഖഫ് ബോർഡ് ആര് ഇവന്മാരിഞ്ഞ് പഠിക്കാൻ കിടക്കണുള്ളൂ ഇവന്മാരൊക്കെ. അപ്പോൾ ഞങ്ങൾ man can be cannot be defeated. Man can be destroyed but cannot be defeated. അതാണ് നിങ്ങൾക്ക് ഞങ്ങളിത് പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങൾക്ക് ആകേണ്ടായിരുന്ന പ്രതീക്ഷ കേന്ദ്ര സർക്കാരിൻ്റെ ഭേദഗതി ബില്ലായിരുന്നു. ഇവിടെ പല വാഗ്ദാനങ്ങളും തന്ന് പല പാർട്ടികളും, കേരളത്തിലെ പല പാർട്ടികളോട് വന്ന് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്ന് ഞങ്ങളെ മോഹിപ്പിച്ച് പോയി. അന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ബില്ല് പാസ്സാകുന്നതിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. പക്ഷേ ഡൽഹിയിൽ പോയി ഇവിടെ തിരിച്ചു വരുന്ന ഈ പറഞ്ഞ MP-മാർക്ക് കൊടുക്കാൻ ഞങ്ങളൊരു സാധനം വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ സമരം തുടങ്ങിയിടയ്ക്ക് തന്നെ ഞങ്ങൾ ആ മുദ്രാവാക്യത്തിലൂടെ തന്നെ വനിതകളുടെ ഒരു റാലി നടത്തിയിരുന്നു. അന്ന് ഞങ്ങൾ ഒരു മുദ്രാവാക്യം വിളിച്ചിരുന്നു, തോറ് വിളമ്പും കൈകൾ കൊണ്ട് പ്ലക്കാർഡ് എന്തി നടത്തിയവരെ നിങ്ങൾക്കുള്ള മറുപടി ഞങ്ങൾ വോട്ട് വരുമ്പോൾ തന്നോളാം. ഇനി ഡൽഹിയിൽ നിന്ന് വരുന്ന ഈ പറഞ്ഞ MP-മാർക്ക് കൊടുക്കാനുള്ള ഞങ്ങൾക്കുള്ള സദ്യ, ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന സദ്യ വോട്ട് വരുമ്പോൾ രാഷ്ട്രീയമായി പ്രതിഫലിക്കും. തീർച്ചയായും ഞങ്ങളത് പ്രതിഫലിച്ചിരിക്കും. എന്താ ഞങ്ങൾക്ക് ആദ്യം പറയുന്നത് നരേന്ദ്രമോദിനോടാണ്. ഞങ്ങളുടെ MP-മാർ ഹൈബീഡം പോലും എല്ലാ MP-മാർ പോലും ഞങ്ങൾക്ക് എതിരായിരുന്നു. ഇവിടെ വന്നുകൊണ്ട് ഓരോന്നും പറഞ്ഞുകൊണ്ട് പോയി അവിടെ ചെന്ന് എതിരാണ്. അപ്പോൾ ഞങ്ങൾ ഹൈബീഡനും സുരേഷ് ഗോപിക്കും, ഹൈബീഡനല്ല നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിക്കും എല്ലാ BJP അംഗങ്ങൾക്കും നന്ദി പറയുന്നു. BJP-ക്കാണ് നിങ്ങളുടെ നന്ദി? BJP-ക്കാണ് ഞങ്ങളുടെ നന്ദി. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമാണിത്. കാരണം ഈ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു വിജയമാണ്. കാരണം മുനമ്പം വിജയിച്ചെന്ന് പറഞ്ഞാൽ ഇന്ത്യ വിജയിച്ച്. അതാണ് ഞങ്ങൾക്ക് ഇന്നുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ. അത് ഇനി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഞങ്ങൾ പൂർണ്ണമായും ഇതിൻ്റെ ക്രെഡിറ്റ് സമർപ്പിക്കുന്നത് സുരേഷ് ഗോപി സാറിനും. തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്നാണ് അവർ പറയുന്നത്. കാരണം ഇനി വോട്ട് വരുമ്പോൾ കണ്ടോളൂ എന്ന് തന്നെയാണ് ഈ പറയുന്ന മുനമ്പത്തെ ആൾക്കാർ പറയുന്നത്. കാരണം ഓരോ ആൾക്കാരും പറയുന്നത് ഈ ഒരു വിഷയം തന്നെയാണ്. അവർ പറയുന്ന കാര്യം ഇതാണ്, അവർ കയറി കടന്നുകൊണ്ടിരുന്ന ഒരു ഭൂമി, ആ ഭൂമിയിൽ അവർ പോയി എന്താ പറയുക കരമടയ്ക്കാൻ ചെന്നപ്പോൾ ഇത് വഖഫിൻ്റെ ഭൂമിയാണെന്ന് ഇപ്പോൾ പറയുകയും അത് വഖഫുകാർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് രംഗത്തെത്തുകയും അതിനെതിരെ ഇവർ 173 ദിവസമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ബില്ലിനെ സപ്പോർട്ട് ചെയ്യേണ്ട കേരളത്തിൽ നിന്ന് പോയവർ ഇവിടെ വന്നിട്ട് ഇവരോട് വേറൊരു കാര്യം പറയുകയും അവിടെ ചെന്നിട്ട് വേറൊരു രീതിയിൽ ഇതിനെ എന്താ പറയുക അനുകൂലിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ മനസ്സിലായി കേരളത്തിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ CPM-ൻ്റെയും ഇരട്ടത്താപ്പിനെ കുറിച്ച് കൃത്യമായി ഇവിടെ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇവരെ സപ്പോർട്ട് ചെയ്തത് BJP ആണെന്ന് അവർ പരസ്യമായിട്ട് പറയുന്നുണ്ട്. എമ്പുരാൻ സിനിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന അവിടെ ലോകസഭയിൽ സംസാരിച്ചവർ എന്തുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി സംസാരിക്കാഞ്ഞെന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ എമ്പുരാൻ സിനിമയ്ക്ക് കൊടുക്കുന്ന അത്രയും പോലും പ്രയോറിറ്റി ഈ പറയുന്ന ഇവിടെ സമരം ചെയ്ത 173 ദിവസമായിട്ട് സമരം ചെയ്തവർക്കില്ല എങ്കിൽ എന്താണ് ഇതൊക്കെ? ഇവിടെ അവർ ജനങ്ങൾ പറയുന്ന ഇതാണ്, ഞങ്ങൾക്ക് ഇവരെ എമ്പുരാനെ പ്രാർത്ഥിച്ചെങ്കിൽ ഞങ്ങൾ തമ്പുരാനോട് പ്രാർത്ഥിച്ചു, തമ്പുരാൻ പ്രാർത്ഥന കേട്ടു എന്നാണ് ഇവിടെ ജനങ്ങൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾ കേട്ടു നോക്കൂ. സമരസമിതി ആ പള്ളിയോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ ഉണ്ട്, അവരോട് തന്നെ ചോദിക്കാം. എന്താണ് മുനമ്പത്തിന്റെ ഒരു വലിയ വിജയം ഉണ്ടായിരിക്കുന്നത്? അതിനെങ്ങനെയാണ് ഈ നാട് കാണുന്നത്? ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കാണുന്നു. മുനമ്പം ജനതയോടൊപ്പം നിന്ന ഓരോ ഇന്ത്യൻ പൗരനും, ഇന്ത്യയുടെ വിജയം ആഗ്രഹിച്ച ഓരോ ഇന്ത്യൻ പൗരനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ് ഈ നിമിഷത്തിൽ. കാരണം ഞങ്ങളുടെ MP ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരിക്കൽ പോലും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കാൻ ഞങ്ങളുടെ MP-ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുനമ്പം ജനത കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ ആര് ചേർത്ത് പിടിക്കുന്നുവോ അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും, ആര് ഞങ്ങളെ അവഗണിച്ചോ അവരെ ഞങ്ങൾ അവഗണിക്കും ഞങ്ങൾ പറഞ്ഞിരുന്നു. മുനമ്പം ജനതയ്ക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ആ വാക്ക് ഇനി ഞങ്ങൾ പറഞ്ഞതുപോലെ 6 മാസത്തിനുള്ളിൽ കേരള
രാഷ്ട്രീയ ചരിത്രം മാറുമെന്ന് പറയുന്നത് അത് മാറിയിരിക്കും. കാരണം ഒരു MP എന്നത് ഒരു പാർട്ടിയുടെ MP അല്ല, ജനങ്ങളുടെ MP ആണെന്ന് മനസ്സിലാക്കുന്ന വിധത്തിൽ MP വളരേണ്ടിയിരിക്കുന്നു. എമ്പുരാൻ സിനിമയെ പിന്തുണച്ച ഒരു MP യെ ഞങ്ങൾ കണ്ടു. മുനമ്പം ജനതയെ പാർലമെന്റിൽ എത്ര തവണ MP പറഞ്ഞു? ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല പാർലമെന്റിൽ MP. ഞങ്ങളുടെ MP പറഞ്ഞിട്ടില്ല. എമ്പുരാൻ സിനിമയെ പിന്തുണച്ച MP ആണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ MP യിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് മുനമ്പം ജനതയുടെ വിജയത്തിന് കാരണം, ഭാരതത്തിന്റെ വിജയത്തിന് കാരണം BJP സർക്കാരാണെന്ന് എവിടെയും ഞങ്ങൾ പറയും. ഈ മുനമ്പം ജനതയുടെ ഒരു വിജയം തന്നെ വർഷങ്ങളായി കാത്തിരുന്ന, അല്ലെങ്കിൽ ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചത്. ആ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു നിയമം ഇല്ലായിരുന്നു വെച്ചെങ്കിൽ ഞങ്ങളുടെ സ്ഥിതിയൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞങ്ങൾ എവിടെ കിടക്കേണ്ട ആൾക്കാരാണ്. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇറക്കി വിട്ടോട്ടെ. ഇത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു സുപ്രഭാതത്തിൽ ഈ കരയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരുത്തം വന്നിട്ട് പറയുന്നത് എൻ്റെ വീടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള നിയമങ്ങൾ കളയാൻ വേണ്ടിയാണ് ഇന്ന് പാർലമെന്റിൽ ഇങ്ങനെ ഒരു നിയമം പാസ്സായത്. ഈ നിങ്ങളുടെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ഈ സമയത്തും ഇവിടെ ഇല്ല എന്നുള്ള ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ സഭയിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ല എന്നൊരു പ്രതിഷേധം നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും. അദ്ദേഹം എമ്പുരാന് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തിയാണ്. ഞങ്ങൾ തമ്പുരാനോട് സംസാരിച്ചു. അദ്ദേഹം എമ്പുരാനോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ തമ്പുരാനോട് സംസാരിച്ചു. തമ്പുരാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞങ്ങൾക്കൊരു പറയാനുള്ളത്, അടുത്ത തിങ്കളാഴ്ച ഞങ്ങളുടെ പിള്ളേർ നയിക്കുന്ന ഒരു വഖഫ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ MP വന്ന് അറ്റൻഡ് ചെയ്യണം. അദ്ദേഹത്തിന് ഞങ്ങൾ രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വന്ന് അറ്റൻഡ് ചെയ്യണം ഞങ്ങളുടെ ക്ലാസ്. വഖഫ് എന്താണെന്നും ഞങ്ങളുടെ പിള്ളേർ പഠിപ്പിച്ചു തരും അദ്ദേഹത്തിനോട്. അദ്ദേഹത്തിനുള്ളൊരു ഇതാണ്, നീ എമ്പുരാൻ്റെ പുറകെ പോയപ്പോൾ ഞങ്ങൾ തമ്പുരാൻ്റെ പുറകെ പോയി. തമ്പുരാൻ ഞങ്ങളുടെ വിളി കേട്ട്. താങ്ക് യു. അതെ, ഇവിടെ ജനങ്ങൾ പറയുന്ന ഇതാണ്, നീ എമ്പുരാന്റെ പുറകെ പോയപ്പോൾ ഞങ്ങൾ തമ്പുരാന്റെ പുറകെ പോയി, തമ്പുരാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്നാണ് ഇവിടെ ജനങ്ങൾ പറയുന്നത്. ഇവിടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി പാർലമെന്റിൽ സംസാരിച്ച ഒരു വ്യക്തി ഈ പറയുന്ന 173 ദിവസമായിട്ട് സമരം ചെയ്യുന്ന ഇവർക്ക് വേണ്ടി ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. അതിന് പകരം പുള്ളി അവിടെ പോയി പറഞ്ഞത്, അവിടെ അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ലെന്നാണ് പുള്ളി പറഞ്ഞത്. വഖഫ് ബില്ല് വഴി മുനമ്പംകാർക്ക് എങ്ങനെ ഭൂമി തിരികെ കിട്ടും? ഈ ചോദ്യമാണ് ഹൈബി ഈഡൻ അവിടെ ഉന്നയിച്ചത്. താൻ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള ആളാണെന്നും കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളെ അകറ്റാനാണ് BJP ശ്രമിക്കുന്നത് എന്നുമൊക്കെയാണ് ഈ ഹൈബി ഈഡൻ ഈ പറയുന്നിടത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറഞ്ഞൊരു പുള്ളിക്കാരൻ, അത് മാത്രമല്ല ഈ പറയുന്ന എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി പുള്ളിക്കാരൻ അവിടെ പോയി സംസാരിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഇങ്ങനെ സംസാരിച്ച ഒരാൾ ഈ ജനതയ്ക്ക് വേണ്ടി എന്താണ് സംസാരിച്ചത്? ഒന്നും സംസാരിച്ചില്ല. അപ്പോൾ ഈ ഒരു സംസാരിക്കാതിരുന്ന സമയത്താണ് ഇവർ സംസാരിച്ചത്. ഇപ്പൊ ഇവർ പറയുന്ന പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്, അത് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന പാർട്ടിക്കാരുടെ പ്രീണനവും പാർട്ടിക്കാർ ചെയ്തു കൂട്ടുന്നതുമൊക്കെ ആൾക്കാർക്ക് ഓരോരുത്തർക്കും മനസ്സിലായി തുടങ്ങി എന്നാണ് നമുക്ക് ഈ ഒരു ചുരുക്ക ദിവസം കൊണ്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് വരുന്നത്. എൻ്റെ പൊന്നു പ്രേക്ഷകർ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായി കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും